ഒരു മാരേജിനകത്ത് ഒരു ഹസ്ബൻഡ് വൈഫിനെ റേപ്പ് ചെയ്താൽ അത് റേപ്പായിട്ട് കരുതപ്പെടുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ആണോ? ഒരു സ്ത്രീക്ക് നേരിടുന്ന ഒരു വേദന, വീട്ടിനകത്ത് നടക്കുന്ന ഒരു പീഡനം, അതൊരിക്കലും അവളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. അതൊരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പിള്ളേർ പറയത്തില്ല, ചിലപ്പോൾ കൊണ്ടുപോകുന്നതും അബ്യൂസർ ആയിരിക്കും ഹോസ്പിറ്റലിൽ. അവിടെ പോയിട്ട് പറയുന്നത് ഉരുണ്ട് വീണു, കൊച്ചു തള്ളിയിട്ടു എന്നൊക്കെ. അതൊന്നും ചെയ്യരുത്. ഇപ്പം പിള്ളേർ പറയണത് എനിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും വയസ്സായി, ഞാൻ എന്താ ചെയ്യണേ? നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ നിയമമുണ്ട്. ആക്ച്വലി ഞാനൊന്നും കരഞ്ഞിട്ടുണ്ട്. കാരണം ആ അച്ഛൻ പറയുന്നുണ്ട്, മോനെ കുടുംബമല്ലേ, ക്ഷമിക്കുക, എല്ലായിടും ഉള്ളത് തന്നെ, എന്നെ കൊണ്ടുപോവാ അച്ഛാ എന്ന് പറയുന്നുണ്ട് ആ പെങ്കുച്ച്. പിറ്റേന്ന് അന്ന് മരിക്കുകയും ചെയ്തു ആ കുട്ടി. എന്നെ അടിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു, ചീത്ത വിളിയുണ്ട്, ശരീരത്തിൽ തൊട്ടിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണം? പോലീസ് മസ്റ്റായിട്ട് ചെയ്യണം. ഒരിക്കലും നിസ്സാരവൽക്കരിച്ചിട്ട് നിസ്സാരമൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് വിട്ടോളൂ. സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവനെ പ്രൊട്ടക്ട് ചെയ്യണം. അക്യൂസ്ഡ് എന്ന് പറയുന്നത് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ഇപ്പം നമ്മൾ മറ്റേ ഗ്രീഷ്മയുടെ കേസ്, മർഡർ കേസ് വന്നു, അതേപോലെ ജോളിയുടെ കേസിലാണെങ്കിൽ അവിടെ അക്യൂസ്ഡിന് ഒരു പെണ്ണെന്ന് പറഞ്ഞ ഒരു പരിഗണനയും ഒരു നിയമവും കൊടുക്കുന്നില്ല. ക്യൂർ റിലേഷൻ, സെയിം സെക്സ് റിലേഷൻഷിപ്സ്, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടോ അണ്ടർ ദ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്? പിന്നെ ഇവർക്കൊന്നും പാസ്റ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പുറത്തൊരു ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഈ അബ്യൂസറിന് ഇല്ലാത്ത കാരണം എല്ലാവരും ന്യായീകരിക്കും. Hello and welcome everybody to the show and welcome Advocate Shaila Rani. Ma'am, കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്, ഐ നീഡ് ടു ഹാവ് ദിസ് കോൺവെർസേഷൻ വിത്ത് യു. ആൻഡ് ഇപ്പോൾ ഐ തിങ്ക് ഇത് ട്രൂലി ഇൻറ്റൻഷൻ ഞാൻ സെറ്റ് ചെയ്യുക റൈറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് കോൺവെർസേഷൻ. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമുക്ക് നാഷണൽ ലെവൽ ഔട്ട്റേജ് ഉണ്ടായ 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 പെൺകുട്ടികൾ, ട്വിഷ, ദീപിക, അവരുടെ മരണങ്ങൾ. പിന്നെ ഇപ്പോൾ കേരളത്തിനെ ഞെട്ടിച്ച ഒരു സംഭവം, ഒരു അമ്മേനെ 4 കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് കൊല്ലപ്പെടുത്തുക, അതും ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു. പിന്നെ അതല്ലാതെ നമുക്ക് ദുബായിലും NRI ആയിട്ടുള്ള കേസസ് നമ്മൾ ഒന്നിലധികം കേട്ടിട്ടുണ്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് അബ്യൂസ് വെയർബൈ ആ പെൺകുട്ടികൾ അവർ മരിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറേ കേസസ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 6-7 മാസത്തിൽ നമ്മൾ കേട്ട് വരുന്നുണ്ട്. ആൻഡ് സംഹൗ ഇറ്റ് ഈസ് എ വെരി വെരി ഡിസ്റ്റർബിങ് ഫാക്ട്. ആൻഡ് ഈ കോൺവെർസേഷൻ്റെ ഒബ്ജക്റ്റീവ് ഒന്നേ ഉള്ളൂ മാം, ദാറ്റ് വി നീഡ് ടു ടോക്ക് മോർ അബൌട്ട് ദിസ്, വി നീഡ് ടു സ്പ്രെഡ് മോർ അവെയർനെസ്. എവിടെയോ എന്തോ ഒരു ഗ്യാപ്പുണ്ട്, ദാറ്റ് പീപ്പിൾ ആർ നോട്ട് റിയലൈസിങ്, അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഒരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്യൂസ് നമ്മുടെ സമൂഹം സീരിയസ്ലി എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അതിന് ഇത്തിരി അവയർനെസ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇൻറ്റൻഷനിലൂടെയാണ് നമ്മൾ ഈ കോൺവെർസേഷനിലേക്ക് കടക്കുന്നത്. ഇപ്പോഴത്തെ കറൻറ്റ് കോൺവെർസേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ട്വിഷയുടെ കേസാണെങ്കിലും അതിന് വേറൊരു കുട്ടിയുണ്ട് ദീപിക, പിന്നെ ഇപ്പം നടന്ന തിരുവനന്തപുരത്തടുത്ത് നടന്ന സംഭവം. ഹൗ ഡു യു സീ ആസ് എ ഫാമിലി കോർട്ട് ലോയർ, എ ഡിവോഴ്സ് ലോയർ, ഹൗ ഡു യു സീ ദീസ് ഇവൻറ്റ്സ്? മെയിനായിട്ട് തന്നെ പറഞ്ഞ പോലെ ഇത് എന്തുകൊണ്ട് ഇപ്പോഴും അത് നടക്കുന്നു എന്നുള്ളതിന് മെയിനായിട്ട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാവരും ഒരു സ്വകാര്യ വിഷയമായി കരുതുന്നു. വളരെ നോർമലായിട്ട് ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളായിട്ട് വെറുതെ അങ്ങ് നോർമലായി ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ക്രൈം റേറ്റ് ഇന്നലെ തുടങ്ങിയതല്ല. തുഷാർ ശർമ്മയിൽ നിൽക്കുന്നില്ല, ഇപ്പം 4-5 കേസിൽ നിൽക്കുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. ബേസിക് തന്നെ പറഞ്ഞ പോലെ അവയർനെസ് ഇല്ല, നിയമത്തെ ഭയമില്ല. ഒന്നെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ അറിവില്ലായ്മയായിരിക്കാം, പിന്നെ നിയമത്തിനെ പേടിക്കാൻ തക്കവണ്ണമുള്ള നിയമമില്ല. പിന്നെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിനകത്തുള്ള വിഷയം അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നേരിടുന്ന ഒരു വേദന, വീട്ടിനകത്ത് നടക്കുന്ന ഒരു പീഡനം, അതൊരിക്കലും അവളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ അല്ല. അതൊരിക്കലും അവളുടെ മാത്രം ഒരു സ്വകാര്യ വിഷയമല്ല. അതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനാണ് 2005 നമുക്ക് ഇതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് 2005 ഒരു നിയമം തന്നെ വന്നത്. അത് സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ നല്ല കറക്റ്റായിട്ട് നല്ല രീതിയിൽ അത് നോളജബിളായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് ആ നിയമം എത്തിയിരുന്നെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ ക്രൈമിനെ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ തുഷാർ ശർമ്മയൊക്കെ മരിച്ചു കഴിയുമ്പോഴേക്കും അത് പിന്നെ വകുപ്പ് മാറി BNS പോയി. അത് പിന്നെ മർഡറാണ് ഇപ്പം എനിക്ക് തോന്നുന്നു തുഷാർ ശർമ്മയ്ക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത്. അവർ 2 പേർക്ക്, ഗിരിമാലയ്ക്കും ഹസ്ബൻഡിനെതിരെയാക്കി. അതേപോലെ ഇപ്പോഴും വന്നിരിക്കുന്ന 4-5 കേസിൽ വന്നിട്ടും അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ എവിടെയോ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് നടന്നു. പല വാർണിംഗ് നടന്നിട്ടുണ്ട്. ആ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ 4-5 കേസിൽ എനിക്ക് തോന്നുന്നു തന്നെ ഉദ്ദേശിക്കുന്ന ആ 4 കുട്ടികളുടെ മുമ്പേ വെച്ച് 4 കുഞ്ഞുങ്ങളുടെ മുമ്പേ വെച്ച് ആ സ്ത്രീയെ കഴുത്ത് വെട്ടിയാ കൊന്നത്. 17 വയസ്സുള്ള കുട്ടിയാണ് അവൾ പെട്ടെന്ന് പോലീസിനെ അറിയിക്കുന്നത്. അയാൾ അവിടെ നിന്ന് എബ്സ്കോണ്ട് ആവുകയും ചെയ്തു, പിന്നീട് സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. അതാണ് അന്ന് ആ കേസ്. പക്ഷെ സംഭവം
അവിടെ വന്നത് ഇവർ ഇതിന് മുന്നേ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം പോലീസ് സ്റ്റേഷനിൽ തന്നെ കൗൺസിലിങ്ങിന് വിട്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു അപകടം മണക്കണം അല്ലേ? പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് ആയിരിക്കുന്നവർക്കാണെങ്കിലും പോലീസ് അതോറിറ്റിക്കാണെങ്കിലും അയാളുടെ ഇത് പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വയലൻസ് ഉണ്ട് എങ്കിൽ ഒരിക്കലും അത് യോജിപ്പിച്ച് ചെയ്ത് വിടാൻ പറ്റുന്നവരല്ല. അബദ്ധമുണ്ടായ ഇതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ കരിയറിൽ എന്നും ഞാൻ ഓർക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ അടുത്ത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നൊരു 4 to 5 ഇയേഴ്സ് ബാക്ക് ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോകും, ഒരു സ്ത്രീ 3 മക്കളെയും കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അന്ന് ഞാൻ പിറ്റേ ദിവസം ഗോവയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് കൊല്ലും, സംശയ രോഗമാണ്. സ്ത്രീ നല്ല ഭംഗിയുണ്ട്. ആ സ്ത്രീയുടെ സംശയം ആരോട് സംസാരിച്ചില്ല, എന്നെ കൊല്ലുമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചോദിച്ചു. ഇതിന് മുന്നേ ഇവർക്ക് വനിതാ സെല്ലിൽ ഇവർ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്തില്ല. ഭയന്ന് വരച്ച് 3 പിള്ളേരെയും കൂടെ ഒരു റിലേറ്റീവും കൂടെ വന്നു. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ജൂനിയേഴ്സിൻ്റെ കൂടെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യ്, നാളെ രാവിലെ തന്നെ ഇത് ചെയ്യണം, പ്രൊട്ടക്ഷൻ വാങ്ങിക്കൊടുക്കണം, സ്ത്രീകളെ തിരിച്ചു വിടരുതെന്നും പറഞ്ഞു. ഒരു സംഭവം എന്താണെന്നറിയോ, ഞാനങ്ങ് പോയി ജൂനിയേഴ്സ് നോക്കിയപ്പോഴേക്കും ഇവർ മുമ്പേ നേരത്തെ ഒരു പരാതി വനിതാ സെല്ലിൽ കൊടുത്തിട്ടും കൂടെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ചുകൂടെ റിലീഫ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഈ സ്ത്രീ തിരിച്ച് വനിതാ സെല്ല് വിട്ടിട്ട് ആ സ്ത്രീ അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്കത് ചിലപ്പോൾ മീഡിയയിലൊക്കെ വന്ന ഇതായിരിക്കും. അയാൾ ആ രാത്രിയിൽ കത്തിയും കൊണ്ടുവന്നു, കയറൊക്കെ കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞുങ്ങളെ വെട്ടാൻ വെച്ചാൽ കുഞ്ഞുങ്ങൾ എവിടെ കൂടെയോ രക്ഷപ്പെട്ട് എൻ്റെ പൂച്ചക്കുട്ടികൾ ഓടണ പോലെ ഓടി. സ്ത്രീക്ക് വെട്ടം കിട്ടി, പക്ഷേ ഇവർ ഓടി രക്ഷപ്പെട്ടിട്ട് അയാൾ അതിനുള്ളിൽ സൂയിസൈഡ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എന്നും ജൂനിയേഴ്സിനോട് പറയണേ, ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞ് നിങ്ങളതിനെ നിസ്സാരവൽക്കരിക്കരുത്. പോലീസ് മസ്റ്റായിട്ട് ചെയ്യണം. ഒരിക്കലും നിസ്സാരവൽക്കരിച്ചിട്ട് നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് വിട്ടോളൂ. സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അവിടെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് അത് വലിയ ആപത്തിലേക്ക് പോയിട്ട് നമ്മൾ മീഡിയയിലിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല, തിരി കത്തിച്ചിട്ടും കാര്യമില്ല. അതിന് മുന്നേ തന്നെ അത് പോലീസിനും വക്കീലന്മാർക്കും കോടതിക്കും അപ്പുറമായിട്ട് സമൂഹത്തിനും ഉണ്ട് ഉത്തരവാദിത്തം. ഇപ്പം അപ്പുറത്തെ വീട്ടിൽ ഒരു അടി നടക്കുകയാണെങ്കിൽ അത് അവരെ വീട്ടിലെ പ്രശ്നമായിട്ട് മാറ്റരുത്, അത് മാറ്റി വെക്കില്ല. ഇൻഫാക്ട് ആ സമയത്ത് ഇന്റർവെൻഷന്റെ ആവശ്യമുണ്ട്. കമ്മിങ് ടു യുവർ പ്രൊഫൈൽ മാം ഇപ്പോൾ 26 years ആയിട്ട് യു ഹാവ് ബീൻ 27 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. യു ആർ primarily a family court lawyer. അപ്പോൾ മാമിൻ്റെ മുന്നിൽ എന്ത് തരത്തിലുള്ള കേസസ് ആണ് വരുന്നത് ആൻഡ് വാട്ട് ആർ ദ കൈൻഡ് ഓഫ് കേസസ് യു ഹാൻഡിൽ? ഞാൻ മെയിനായിട്ട് ഡിവോഴ്സ് ലോയറാണ്. ഈ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ വരുന്നത്. ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് എൻ്റെ ഡിവോഴ്സ് കേസുകളിലെ ഒരു ഗ്രൗണ്ടാണ് ഈ ക്രുവൽറ്റിയും പലതരം ഉണ്ടാവും. അപ്പോൾ ഈ ഡിവോഴ്സ് കേസുകളിൽ വരുന്നത്, അതായത് ഫാമിലി കോടതി, ജില്ലാ ജഡ്ജിയുടെ കീഴിലുള്ള ഫാമിലി കോർട്ടിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് കേസുകൾ, ചെലവിന് കിട്ടാനുള്ള മെയിൻ്റനൻസ് കേസുകൾ, ഗാർഡിയൻ വാർഡ് ആക്ട് പ്രകാരം കുഞ്ഞിൻ്റെ കസ്റ്റഡി, അതേപോലെ റിക്കവറി പോലെ, അതായത് ഡവറി സമയത്ത് 10 ലക്ഷം കൊടുത്തു എനിക്കത് തിരിച്ചു കിട്ടണം, അങ്ങനത്തെ മണി മാറ്റേഴ്സ്, പ്രോപ്പർട്ടി മാറ്റേഴ്സ്. അതേസമയം ഞാൻ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഫയൽ ചെയ്യുന്നത്. അത് ഓൺലി ടു പ്രൊട്ടക്ട് ദ വുമൺ. അവിടെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് വേണമെന്ന് നിർബന്ധമില്ല. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്, അതായത് ഒരു റൂഫിന്റെ കീഴിലുള്ള ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പാണ്. അതായത് അച്ഛനും അമ്മയാവാം, അതെ, സഹോദരനാവാം, അങ്കിളാവാം, ആൻറ്റി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു റെസ്പോണ്ടന്റ് പുരുഷനായിരിക്കണം, പുരുഷന്റെ ആരെങ്കിലും ആയിരിക്കണം. മെയിനായിട്ട് ഫസ്റ്റ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് പുരുഷൻ തന്നെയായിരിക്കണം. പെറ്റീഷണർ മസ്റ്റായിട്ടും സ്ത്രീയുമായിരിക്കണം. ഈ സ്ത്രീക്ക് അവരുമായിട്ട് വേറൊരു മാരേജ് റിലേഷൻഷിപ്പ് വേണമെന്നില്ല. ലിവിങ് റിലേഷൻഷിപ്പ് ആവാം, അതേപോലെ അങ്കിൾ ആന്റി ആവാം, ഡൊമസ്റ്റിക് വർക്കറും ആവാം, അതെ, അത്രയാവും, ഹെൽപ്പർ ആവാം. അതിലല്ലാതെ അതിനകത്തൊരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടോ അത് മാത്രമേ കോർട്ട് നോക്കുന്നുള്ളൂ. എന്നിട്ട് ഇവരെ സംരക്ഷിക്കുന്നത് 4 രീതിയിലാണ്. ഒന്നെന്ന് പറയുന്നത് ഈ ഫിസിക്കൽ അബ്യൂസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് മേലാൽ ഉപദ്രവിക്കരുത്. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എല്ലാവരും വിചാരിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് അടി ഇടി കുത്തു ചവിട്ടം എന്നൊക്കെ മാത്രം. ഒരിക്കലും അല്ല. അത് ഇമോഷണൽ അബ്യൂസ് ഉണ്ട്. ചീത്ത പറയുക, അച്ഛനും അമ്മയും അങ്ങനെ അവിടെ നിന്ന് വന്നതിൽ സ്ലഡ് ഷെയിം ചെയ്യുന്ന, ബോഡി ഷെയിം ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാനസികമായിട്ട് തകർത്തോണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും. ഒരു പെൺകുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ നീ ജോലി കിട്ടില്ല എന്ന് പറയും. പക്ഷെ ജോലിക്ക് പോകാൻ വേണ്ടി രാവിലെ PSC നിനക്കൊന്നും കൊണ്ടുവിടുവാള്. പക്ഷെ പോണ വഴിയിലൊക്കെ ഇവളെ അങ്ങ് കൊഴിച്ചുകൊള്ള കോൺഫിഡൻസ് എല്ലാം കളഞ്ഞിട്ട് പോകും. അതൊരു തരം അബ്യൂസാണ്, ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അത് ഇമോഷണൽ അബ്യൂസിൽ വരുന്നത്. അത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഫിസിക്കൽ വയലൻസ് മാത്രമല്ല. ഈവൺ ഒരു ബോഡി ഷെയ്മിങ് പോലെ ഇപ്പം ഒരു എന്താ പറയുക, ഇതെന്താ ഇങ്ങനെ ആയിപ്പോയി, പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ നിന്റെ ശരീരമൊക്കെ ഇങ്ങനെ ആയിപ്പോയി, അവൾക്കുണ്ടാവുന്ന ഹേർട്ട്,
ഇമോഷണലി ഉണ്ടാകുന്ന പെയിൻ അതൊരു വയലൻസിൽ തന്നെ ഉണ്ടാവും. അത് മാനസികമായിട്ട് പതിയെ ഇപ്പം നമ്മൾ നിയമം മാറ്റി വെക്കട്ടെ, ആ ഒരു വ്യക്തിയെ സംബന്ധിക്കുമ്പം അവളെ കോൺഫിഡൻസും പോയി, എല്ലാം പോയിട്ട് അവളെ കരിയറും ഹെൽത്തും ബ്യൂട്ടിയും എല്ലാം താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഈ നമ്മൾ പറയുമ്പം താഴെ വന്ന് ചീത്ത പറയുന്നവരെല്ലാം ഈ അബ്യൂസേഴ്സാണ്, അവർക്കാണ് ഈ ട്രിഗർ ആവുന്നത്. ഹെൽത്ത് ഇതൊക്കെ നിസ്സാരമില്ല, ഇങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ മറ്റൊരാളെ സംബന്ധിക്കുമ്പം അതൊരു നിയമവിരുദ്ധമായ ഒരു ആക്റ്റുമാണ്, അവൾ അത് ഡിസേർവ് ചെയ്യുന്നില്ല. എല്ലാവരും ആത്മാഭിമാനത്തോടെയും സുരക്ഷിതത്തോടെയും ജീവിക്കാൻ അർഹിക്കുന്നവരാണ് സ്ത്രീ. അതുപോലെ വഴക്കുണ്ടാക്കുമ്പോൾ റെസ്പെക്ട്ഫുള്ളിയും വഴക്കുണ്ടാക്കാമല്ലോ, ഒരു ഡിസഗ്രിമെന്റ് റെസ്പെക്ടോടെ പ്രസന്റ് ചെയ്യാമല്ലോ. അതെല്ലാവരും അർഹിക്കുന്ന ഒരു മിനിമം എല്ലാവരും അർഹിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതിന് ഈ വൃത്തികെട്ട വാക്കുകൾ, നമ്മളിപ്പം ചീത്ത പറയുന്ന വാക്കുകളുണ്ട്, നമ്മൾ അങ്ങനെ തന്നെ കോടതിയിൽ എഴുതും, പൂ വെച്ചിട്ട് എന്നെ അങ്ങനെ എഴുതും. കോർട്ടിനാണെങ്കിലും നമുക്ക് അഡ്വക്കേറ്റ്സിനാണെങ്കിലും അത് ചെയ്തേ പറ്റുള്ളൂ. അതല്ലാതെ ചീത്ത പറഞ്ഞു എന്ന് തെറി പറഞ്ഞു എന്നൊന്നും പറയില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി അത് തന്നെ. അതിപ്പോൾ എഡ്യൂക്കേഷനൊന്നും പ്രശ്നമല്ല. അത് മലയാളി ഒരു പരിധി, ഞാൻ എല്ലാവരും അല്ല കേട്ടോ, നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിലുള്ളവർക്കൊന്നും ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. മറ്റവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ട്രിഗർ ആവത്തുമില്ല. മറ്റു റിലേഷൻ ഡൊമസ്റ്റിക് അബ്യൂസർക്ക് ഞാൻ പറയുന്നത് ട്രിഗർ ആവുകയും ചെയ്യും. അപ്പം അവിടെ വന്നിട്ട് ഇവർക്കിങ്ങനെ ഇത്രയും തെറി വിളിക്കുന്നു അല്ലെങ്കിൽ ഈ രീതിയിൽ പോകുന്നു, ഇതൊക്കെ മറ്റൊരാളെ ഹാം ചെയ്യുമ്പോഴാണ് നമ്മൾ നിയമത്തിൻ്റെതായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ ഇവർക്ക് വരുന്നത്. അതേപോലെ ഫിനാൻസ്, റെസിഡൻസ്, 4 കാര്യങ്ങൾ. ഫിനാൻഷ്യൽ അബ്യൂസ് എന്ന് പറയുന്നത് എന്താ? ഫിനാൻഷ്യൽ അബ്യൂസ് എന്ന് വെച്ചാൽ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പോലും കൊടുക്കാതിരിക്കുക. ഏർണിംഗ് കപ്പാസിറ്റി ഇല്ലാത്തൊരു വൈഫാണ്, സെൽഫായിട്ട് ഒന്നുമില്ല, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈവൺ ഒരു പാഡ് മേടിക്കണമെങ്കിൽ പോലും എക്സ്പ്ലനേഷൻ കൊടുക്കണം, ബെഗ് ചെയ്യണം. ഈവൻ സ്വന്തമായിട്ട് വരുമാനമുണ്ട് എങ്കിലും അത് ചെയ്യാനുള്ള അതിന്റെ മേലിലുള്ളൊരു കൺട്രോള്, അയാൾ അനാവശ്യമായ ബാധ്യതകളിൽ അവരെ കൊണ്ട് എന്താ പറയുക കമ്പലേക്ക് ലോൺ എടുക്കുക, അല്ലെങ്കിൽ നീ നിനക്ക് ഇത്രയും കിട്ടുന്നില്ലേ ഇത് അടയ്ക്കുക, അത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഇതെല്ലാം ഫിനാൻഷ്യൽ അബ്യൂസ് വരും. ഇതും ഡൊമസ്റ്റിക് വയലൻസിൽ വരുന്നതാണ്. അതിനകത്ത് വരുന്നതാണ് ATM കാർഡ് പിടിച്ചു വെക്കുക, ക്രെഡിറ്റ് കാർഡ് പിടിച്ചു വെക്കുക, കൊടുക്കാതിരിക്കുക, അവർക്ക് ആക്സസ് ഉള്ള സാധനങ്ങൾ പോലും നിഷേധിക്കുക. അത്ര തന്നെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം സ്വന്തമാകുന്ന വെച്ചാൽ അവർ ജോലിക്ക് വിടാതിരിക്കുന്നതുകൊണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് അവർ പറയുന്ന ജോലി ചെയ്യിക്കണം, അതും ഉണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. സ്ത്രീക്ക് വേണ്ടി പ്രത്യേക നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. നമ്മളൊരു സഹജീവി ജന്തുവോ മൃഗമോ ഒന്നും അല്ല. നമുക്ക് ആത്മാഭിമാനത്തോട് ജോലി ചെയ്യാൻ, എവിടെ ജോലി ചെയ്യണം, എന്ത് ജോലി ചെയ്യണം, എങ്ങനെയാണ് വരുമാനം, അതൊക്കെ അവനവൻ്റെതായ, അതിൽ ഒരിക്കലും ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഡൊമസ്റ്റിക് ഇപ്പം ഫാദർ തന്നെ കൺട്രോൾ ചെയ്തെന്ന് വെച്ചോളൂ. അതിനാണെങ്കിൽ ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവൾക്ക് പഠിക്കണം, അതിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതും വയലൻസിൽ വരും, ഡൊമസ്റ്റിക് അബ്യൂസ് ആണ്. അത് വന്നിട്ട് ഈ ഭീഷണിപ്പെടുത്തുക, അത് എന്ത് തരത്തിലുള്ള വയലൻസിനകത്ത് വരും? അതായത് മുഖം അടിച്ച് പരത്തും, എന്താ പറയാ, സാധനങ്ങൾ എടുത്തെറിയുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇടിക്കുക, അതൊക്കെ അങ്ങനത്തെ, അതായത് ഫിസിക്കൽ ഹാം ഉണ്ടായിട്ടില്ല, എന്നാൽ ത്രെറ്റ് ഉണ്ട്, ഒരു പേടിയുണ്ട്, അത് ഏത് ഇതിൽ പെടും? ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണത്. പക്ഷെ ഫിസിക്കൽ ഹാം വരുവാണെങ്കിൽ അത് വന്നിട്ട് നമ്മൾ BNSൽ സെക്ഷൻ ഹേർട്ട് വരും. അതായത് ഒരു മെഡിക്കൽ, ഇപ്പോൾ ഒരാളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അയാൾക്ക് മുറിവേറ്റു, മെഡിക്കൽ റെക്കോർഡ്സ് വന്നു കഴിഞ്ഞാൽ അത് പോലീസ് FIR ഇട്ട് കേസ് എടുക്കും. പക്ഷെ ഇതിനകത്ത് പോലീസ് സ്റ്റേഷനിൽ പോയില്ല എന്നുണ്ട് എങ്കിൽ തന്നെയും ഇതൊരു അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചറാണ്. എന്നെ നാളെ എന്തെങ്കിലും ഉപദ്രവിക്കും, അവൾക്കൊരു ഫിയർ ഉണ്ടാവുകയാണ്, നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇവൾക്ക് ഭയം തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് കോടതി ഇടപെടും, മജിസ്ട്രേറ്റ് ഇടപെട്ട് പ്രൊട്ടക്ഷൻ ഓർഡർ വയ്ക്കും. അതും ഒരു തരം വയലൻസ് ആണ്. ഇത് ഒരിക്കലും നമുക്ക് നോർമലൈസ് ചെയ്ത് എല്ലാ വീട്ടിലും ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. എല്ലാം തന്നെ, എല്ലാ ക്രൈമിൻ്റെയും ബാക്കിൽ എപ്പോഴെങ്കിലും ഒരു വാണിംഗ് ഉണ്ടാവും. ഈ വയലൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു സഡൻ പ്രൊവോക്കേഷനിൽ ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരിക്കില്ല. പിന്നെ ഇവർക്കൊന്നും പാസ്റ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പുറത്തൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഈ അബ്യൂസറിന് ഇല്ലാത്ത കാരണം എല്ലാവരും ന്യായീകരിക്കും. അയ്യോ അവൻ നല്ല ചെറുക്കനായിരുന്നല്ലോ, മറ്റേതാണല്ലോ മറ്റേ. പക്ഷേ ഈ വിക്ടിമിൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ബിഹേവിയർ ഇവൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നോട് ഇങ്ങനെയാണ് കാണിക്കുന്നത്, അങ്ങനെ വന്ന് ഒരാൾ നമ്മളോട് പറയുവാണെങ്കിൽ നമ്മളത് വിശ്വസിക്കുക തന്നെ വേണം. അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ അവളെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഈ ഇടയ്ക്ക് കാസർഗോഡുള്ളൊരു കുട്ടി ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. അതെല്ലാം ഡവറി ഭയങ്കര അബ്യൂസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടാവാം, അവൾ അത് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവാം.
അവൾക്ക് തന്നെ ചിലപ്പം പറയാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇതിനകത്ത് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, സെക്ഷൽ അബ്യൂസ്. ഇപ്പം നമ്മൾ സെക്ഷൽ അബ്യൂസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, നമ്മൾ മാരിറ്റൽ റേപ്പിനെ ഇല്ലീഗലായിട്ട് കാണുന്നില്ല നമ്മുടെ നിയമം, അല്ലേ? ഒരു മാരേജിനകത്ത് ഒരു ഹസ്ബൻഡ് വൈഫിനെ റേപ്പ് ചെയ്താൽ അത് റേപ്പായിട്ട് കരുതപ്പെടുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ആണോ? അതാണ് കാരണം. പക്ഷെ അവിടെ ഇപ്പോൾ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അല്ല, നമുക്ക് സെക്ഷൽ അബ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാരിറ്റൽ റേപ്പായിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്തില്ല എന്നേ ഉള്ളൂ. അതിനർത്ഥം വന്നിട്ട് അവരെ ലൈംഗികമായി പീഡിപ്പിക്കാമെന്ന് ഒരു നിയമവും പറയുന്നില്ല. അതിനാണ് ഈ സെക്ഷൽ അബ്യൂസ് വരുന്നത്. സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേരും, അതായത് പ്രത്യേകിച്ച് സ്ത്രീയുടെ മാനസികമായ ശാരീരികമായ അവസ്ഥയെ മാനിക്കാതെ അത് എന്ത് ചെയ്താലും അത് അബ്യൂസാണ്. അതിന് അവൾക്ക് ഉറപ്പായിട്ടും പ്രൊട്ടക്ഷൻ കിട്ടും, ഉറപ്പായിട്ടും. പ്രത്യേകിച്ച് ഒരു പ്രായം പരിധി കഴിഞ്ഞ സ്ത്രീകൾക്ക് അത് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കാണുന്നതാണ്. അങ്ങനെ വരുന്ന സമയം എനിക്ക് രാത്രി സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉപദ്രവമാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്കത് ചിലപ്പോൾ കോടതി ഇടപെടേണ്ടി വരും. അല്ല, അതന്നെ സിവിയർ കേസിൽ വരുമ്പോഴാണ് നമ്മൾ ഡിവോഴ്സിൽ പോണത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആണ്, മനസ്സിലായില്ലേ? ഈ ഡൊമസ്റ്റിക് വയലൻസ് എല്ലാം ഒരു ഗ്രൗണ്ട് ആവും അതിനകത്ത്. അത് മാരേജ് എൻഡ് ആക്കിയിട്ട് സെപ്പറേറ്റ്. പക്ഷേ ഇതെന്ന് വെച്ചാൽ മാരേജും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് നിലനിൽക്കും. പിന്നെ ഈ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണമല്ലോ ഭർത്താവ് ഭാര്യ മാത്രം അബ്യൂസ് ചെയ്യണമെന്നില്ല. അല്ലാത്ത രീതിയിലും ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിലുള്ളവരും ഉണ്ടാവാം. Which is the most difficult complicated case that you have handled? ഇതുവരെ ഈ ഡൊമസ്റ്റിക് വയലൻസിനകത്ത് പെടുന്ന ഉപദ്രവങ്ങൾ സഹിക്കാൻ പറ്റും. ഫിസിക്കൽ ഹാമാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ എടുത്ത് അയക്കുന്ന വീഡിയോസ്, ഫോട്ടോസ് ഞാൻ പറയും, മീഡിയയിൽ കൊടുക്കും ഞാനിപ്പോൾ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പോൾ ഞാനൊരു ഫോൾഡറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇട്ടിക്കുക, മുടിയെ കുത്തിപ്പിടിക്കുക, മൂക്കിലിട്ടിച്ച് പൊട്ടിക്കുക, ഫുള്ള് ഇവിടെയൊക്കെ ഉപദ്രവിച്ചിട്ട് അതിന് ഹാം ചെയ്യുക. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ NRI ക്ലയൻസ് ഉണ്ടല്ലോ, ഇവർക്ക് ഭയം തോന്നുന്നത് ഇയാളെ ഇനി വിസ ക്യാൻസൽ ചെയ്ത് പുറത്തായിട്ട് വിടുമോ. എന്തുകൊണ്ട് അയാൾക്ക് ഫേവർ ചെയ്യണത്? നമ്മളെന്തിനാണ് അയാൾക്ക് ഇത്രയും കോൺഫിഡൻസ് കൊടുക്കുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല. ഈ പെൺപിള്ളേരുടെ അടുത്ത് അവർക്കൊന്ന് വെച്ചാൽ എന്തെങ്കിലും അയാൾ അറസ്റ്റ് ചെയ്യുമോ, അത് നാട്ടിലെ പിള്ളേർക്കും ഉണ്ട്, എന്തെങ്കിലും ചെയ്യുമോ, മാഡം ഞാൻ അഡ്വക്കേറ്റാണ്, എനിക്ക് പോലീസിൽ അറിയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ കോടതിയിൽ പോകുക, അല്ലാതെ എനിക്ക് എന്തും വഴിയില്ല, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. എനിക്കിങ്ങനെ ഫിസിക്കൽ അബ്യൂസ് ഏറ്റവും കൂടുതൽ. ഇമോഷണൽ അബ്യൂസ് എന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് താഴൂല. ഇങ്ങനെ കേട്ടാണ് വരുന്നത്. ഫിസിക്കൽ അബ്യൂസും എൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. ഇതിന് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരടിയിലായിരിക്കും ഈ പെമ്പിള്ളേർ തീരുന്നത്. സഹിക്കാൻ വയ്യാതെ സൂയിസൈഡിലേക്ക് പോകും. ഫിസിക്കൽ അബ്യൂസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുപോലെ കുറേ ക്ലിപ്സും വീഡിയോസും ഫോട്ടോസും ഉണ്ട്. ഇപ്പോൾ ഇതൊരു എവിഡൻസ് ആയിട്ട് കോർട്ടിൽ കാണിക്കണമെങ്കിൽ, അതായത് ഈ ഒരു വ്യക്തിയെ നമുക്ക് കോർട്ടിൽ കേസിൽ പണിഷ്മെൻറ്റ് വായിച്ചു, ഡിവോഴ്സ് ഉണ്ടാവോ ഇല്ല അത് വേറെ കാര്യം, നമുക്ക് കോർട്ടിൽ എവിഡൻസ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം കാര്യങ്ങൾ? ഒന്നെന്ന് പറയുന്നത്, എന്ത് ഫിസിക്കൽ അബ്യൂസ് നേരിട്ട് ആ നിമിഷം തന്നെ നിങ്ങൾ ഒന്നെങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ അസോൾട്ട് ബൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആരാണോ അത് പറയണം. ഈ പിള്ളേർ പറയത്തില്ല, ചിലപ്പോൾ കൊണ്ടുപോകുന്നതും ആ അബ്യൂസറായിരിക്കും ഹോസ്പിറ്റലിൽ. അവിടെ പോയിട്ട് പറയുന്നത് ഉരുണ്ട് വീണു, കൊച്ചു തള്ളിയിട്ടു എന്നൊക്കെ. അതൊന്നും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടില്ലാത്ത കരുണ എന്ന് നിങ്ങൾ കാണിക്കാൻ നിൽക്കരുത്. അത് അയാൾ അർഹിക്കുന്നില്ല. ഇവിടെ നമുക്ക് റിലേഷൻഷിപ്പും മറ്റുള്ളതും കുഞ്ഞും ഒക്കെ രണ്ടാമത്, പക്ഷെ നമ്മളും അർഹിക്കുന്നില്ല അയാളെ ഉപദ്രവിക്കുക. മെഡിക്കൽ റെക്കോർഡ്സ് എടുക്കുക, പോലീസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഇങ്ങനെയല്ല നിങ്ങളെ ഫാമിലിയെക്കുറിച്ച് എന്താ പറയുക, കുറച്ചുകൂടെ ഫാമിലി പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള പേരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതിൻ്റെ ക്ലിപ്സ്, അത് ഫേസ് കാണുന്ന രീതിയിൽ, നമ്മളിപ്പോൾ ഊണ്ടും ഫേസും, അത് വേറെ വൂണ്ട് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ കൈയല്ല, അല്ലെങ്കിൽ നമ്മളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിയിക്കാൻ നടക്കേണ്ടി വരും. വിത്ത് ഫേസോടുകൂടെ തന്നെ വയ്ക്കാം. ഏതെങ്കിലും റിലേറ്റീവിനെയോ ആരെടുത്തെങ്കിലും സാക്ഷി നാളെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ റിവീൽ ചെയ്യുക, പറയുക. പിന്നെ നിങ്ങൾക്ക് ദയവ് ചെയ്ത് എല്ലാവരും കേരള പോലീസിൻ്റെ ഒരു പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, നമ്മുടെ ഒരു ആപ്പുണ്ട്, പോൾ ആപ്പ്. അതൊന്ന് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അതിന് SOS ഉണ്ട്. ആ SOS ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് അപ്പം തന്നെ പോലീസിൻ്റെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവും, ഇടപെടലുണ്ടാവും. മറ്റേ ആളിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാം. ആകെ ചെയ്യാൻ പറ്റില്ല, നീ പോലീസിനെ വിളിച്ചല്ലേടി, നീ എന്നെ കോടതി കയറ്റിയല്ലേടി, ഇതല്ലേ പറയത്തുള്ളൂ. എന്നാലും നിങ്ങളുടെ ജീവൻ രക്ഷിച്ചുകൂടെ, ശരീരം രക്ഷിച്ചുകൂടെ, എന്താ പറയുക, എന്തെങ്കിലും ഒരു ആപത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിച്ചുകൂടെ. അതുകൊണ്ട് അങ്ങനെയെങ്കിലും ചെയ്യുക. പിന്നെ നിയമത്തിൻ്റെ നിങ്ങൾ പെമ്പിള്ളേർ പറയണത് എനിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും വയസ്സായി, ഞാൻ എന്താ ചെയ്യണേ, നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ നിയമമുണ്ട്. ഇതിനകത്ത് പെട്ടെന്ന് മനസ്സിൽ വന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ ട്വിഷയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്വിഷ അമ്മയോട് മെസ്സേജ് ചെയ്യുന്നുണ്ട്,
അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകും. ആ ഒരു മെസ്സേജ് ആ രാത്രി തന്നെയാണ് തോന്നുന്നു ഈ സംഭവം നടന്നത്. പിന്നെ വേറൊരു പെൺകുട്ടി, ആ കുട്ടിയുടെ പേരെടുക്കുന്നില്ല, ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഭർത്താവ് ഉപദ്രവിക്കുന്നത്, വീഡിയോ റെക്കോർഡിങ് ചെയ്തു, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡിങ് ചെയ്തുകൊണ്ട്. അതായത് ഷീ ഈസ് സെൻഡിങ് ഇറ്റ് ടു സംബഡി. എന്നിട്ട് പോലും റിയാക്ട് ചെയ്യാത്ത, ഒരു പക്ഷേ സപ്പോർട്ട് ഇല്ലാതെയാണ് ഈ കുട്ടികൾക്ക് അവരുടെ ജീവൻ കളയേണ്ടി വന്നത്. അപ്പം വിഷ്വൽ പ്രൂഫ് ഉണ്ടായിട്ട് പോലും, ഓഡിയോ പ്രൂഫ് ഉണ്ടായിട്ട് പോലും പലപ്പോഴും ആക്ഷൻ ഉണ്ടാവുന്നില്ല. ആൻഡ് ആക്ഷൻ ഫ്രം ദ നിയർ ആൻഡ് ഡിയർ വൺസ്. ആൻഡ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് സാഡ് തിങ്. ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാർ പോലും റിയാക്ട് ചെയ്യാതെ, അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ജീവിച്ചു പോകുമ്പോൾ അത് കഷ്ടമല്ലേ. അവിടെയാണ് മാറേണ്ടത്. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മോളല്ലാണ്ടാവോ, നമ്മുടെ ബന്ധം ഇല്ലാണ്ടാവോ? പണ്ട് വിസ്മയുടെ ഒരു കേസ് ഓർമ്മയുണ്ടോ? അതിനകത്ത് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കേട്ടിട്ട് ആക്ച്വലി ഞാനൊന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം ആ അച്ഛൻ പറയുന്നുണ്ട്, മോനെ കുടുംബമല്ലേ, ക്ഷമിക്കുക, എല്ലായിടും ഉള്ളത് തന്നെ, എന്നെ കൊണ്ടുപോകുക അച്ഛാ എന്ന് പറയുന്നുണ്ട് ആ പെങ്കുച്ച്. പിറ്റേന്ന് അന്ന് മരിക്കുകയും ചെയ്തു ആ കുട്ടി. അതേപോലെ തന്നെ ആ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മോള് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അപ്പം തന്നെ പോലീസിനെ അറിയിക്കുകയോ ഇടപെടുകയോ ചെയ്യണം. നമ്മുടെ കുഞ്ഞാണ് വലുത്, നമ്മുടെ കുട്ടിയുടെ ജീവനാണ് വലുത്, മാരേജ് ഒന്നും അല്ല. അപ്പോൾ അതൊക്കെ രണ്ടാമത്, മാരേജ് വേണോ വേണ്ടേ, ഡിവോഴ്സോ, ഇറ്റ്സ് രണ്ടാമത്. മാരേജിന് ഇത്രയും വലിയ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമുള്ള, ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫ്. അത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതിന് എല്ലാവരും ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുട്ടികളെ അടിച്ചു പിടിച്ച് എല്ലാം ഇതേപോലത്തെ ഉള്ള എന്താ പറയുക, ടോർച്ചർ ചെയ്യുന്ന മോൺസ്റ്റേഴ്സിന് കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. ഇതിനകത്ത് 2-3 എലമെൻറ്റ്സ് ആണ് എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. ഒന്ന്, ഓഫ് കോഴ്സ് ഡൗറി ഈസ് വൺ മേജർ എലമെൻറ്റ്. പല ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്സിൻ്റെ പിന്നിൽ ഡൗറി ഡിമാൻഡ്സ് ആണ്. രണ്ടാമത് ആൽക്കഹോളിസമാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന തന്നെ എത്രയോ ഫാമിലീസിൽ കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യയെ തല്ലുന്ന പ്രകൃതം, അത് ഭയങ്കര കാഷ്വലായിട്ട് നമ്മുടെ എൻ്റെ ഭർത്താവിന് കുടിച്ചു കഴിഞ്ഞാൽ 2 തല്ലണം എന്നുള്ള നിർബന്ധമാണ്, എന്നാലേ അയാളൊന്ന് ഒതുങ്ങുള്ളൂ എന്ന് നിന്ന് കൊടുക്കുന്ന ഭാര്യമാർ വരെയുണ്ട്. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഭർത്താവ് തല്ലിയാൽ പിറ്റേ ദിവസം ഗിഫ്റ്റ് ഉറപ്പാണ്. അതുകൊണ്ട് അവർ തല്ല് സഹിച്ചോളും. കാരണം പിറ്റേ ദിവസം എന്തായാലും എന്തെങ്കിലും ഡയമണ്ടോ ഗോൾഡോ ജുവലറിയോ കിട്ടുമെന്നറിയാം. അപ്പോൾ അങ്ങനെ തന്നെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും. അത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത്രത്തോളം നോർമലൈസ് ചെയ്യപ്പെടുന്നത്. ബിക്കോസ് somehow it's become a part and parcel of our life, where we hear violence, where we hear shouting, and it is okay എന്ന് കരുതപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമൂഹത്തിൻ്റെ ചിന്താഗതി മാറാതെ നമുക്കൊന്നും ചെയ്യാനില്ല. ഞാനും തന്നെയും ഇങ്ങനെ ഇരുന്ന് പറയുക അല്ലാതെ ഈ സമൂഹത്തിൻ്റെ ഈ രീതിയിൽ പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോൾ ഇട്ട് 2 അടി തന്നു കഴിഞ്ഞാലും പിറ്റേന്ന് കിട്ടുമെന്ന് പറയുന്നവർക്ക് മറുപടി പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. കാരണം അവർക്ക് ആ ട്രോമയിൽ പെട്ടിട്ട് അതാണ് എൻ്റെ ലൈഫ്, ഐ ഡിസേർവ് ദിസ്, എനിക്കൊരു ആത്മാഭിമാനമൊന്നും ഇല്ല, എനിക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള എന്തോ ഒരു മാനസികാവസ്ഥയിലോട്ട് അവർ പെട്ടുപോയിട്ടാണ്. അവർക്ക് മറ്റതിൽ ഈ അഭിമാനം നഷ്ടപ്പെടുന്നതിൽ കിട്ടുന്ന മെറ്റീരിയൽ തിങ്സിൽ അവർ ഹാപ്പിയാണ്. എന്തോ അല്പം കിട്ടുന്ന കഷ്ണങ്ങളിൽ അവർ ഹാപ്പിയാണ്. അങ്ങനെ ആക്കിയെടുത്തതാണ്. എന്നാൽ ആ സ്ത്രീ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഏതെങ്കിലും ഒരിടത്ത് ആ സ്ത്രീ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, എന്തിന് നിൽക്കണം, എന്തിനത്, അതല്ലല്ലോ നമുക്ക് അഭിമാനത്തോടെ ജീവിക്കേണ്ടേ, ഈ ഡയമണ്ട് നെക്ലസ് നമുക്ക് വില ചെയ്ത് ഉണ്ടാക്കി കൊടുത്ത് എന്തിനാ അയാളിൽ നിന്ന് അടി മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അതൊക്കെ സൈക്കോളജിസ്റ്റ് ഇടപെടേണ്ട കാര്യമാണ്. പിന്നെ ഈ സമൂഹത്തിൻ്റെ രീതിയിൽ ഞാൻ എപ്പോഴും പറയണത്, ദയവ് ചെയ്ത് ഇതിനെ നോർമലൈസ് ചെയ്യരുത്. ഈ ഞാനൊരു ആൻറ്റി ഫാമിലി അല്ലെ കുടുംബ ഭദ്രതയ്ക്ക് എതിര് പറയുന്ന ആളോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീക്കോ വിദ്വേഷം വരുന്നില്ല. ഞാൻ വയലൻസിനെതിരാണ്, ഞാൻ ക്രൈമിനെതിരാണ്. എന്നുവെച്ചാൽ എല്ലാവരും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ജീവൻ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇസ് ഇമോഷണൽ അബ്യൂസ്. ഇപ്പോൾ ഫിസിക്കൽ ആണെങ്കിലും വെർബൽ ആണെങ്കിലും ഒരു പരിധിവരെ സെക്ഷലും ഫൈനാൻഷ്യലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇമോഷണൽ അബ്യൂസ് വളരെ ഡിഫിക്കൽട്ടാണ് തിരിച്ചറിയാൻ. വാട്ട് ആർ ദ വേസ് യു ക്യാൻ റെക്കഗ്നൈസ് ഇമോഷണൽ അബ്യൂസ്? എനിക്ക് പെട്ടെന്ന് ആ ജയ 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 ഹേ സിനിമ അതിൽ ഓർമ്മയുണ്ട്. ഈ വടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കിയിട്ട് വൈകിട്ട് ഡിന്നറിന് കൊണ്ടുവന്ന്, അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കുകയോ മാപ്പ് ചോദിക്കുകയോ അക്കൗണ്ടബിലിറ്റി എടുക്കുകയോ ചെയ്യാതെ അതില്ല, അത് നടന്നിട്ടില്ല എന്ന് നടിച്ച് ജീവിക്കുന്ന പല വ്യക്തികൾ. അതൊരു ഇമോഷണൽ അബ്യൂസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. മാം, ഡു യു അഗ്രി വിത്ത് ഇറ്റ് ആൻഡ് വാട്ട് ആർ ദി അതർ ആസ്പെക്ട്സ് ഓഫ് ഇമോഷണൽ അബ്യൂസ്? അത് ഇമോഷണൽ അബ്യൂസാണ്. ഇവിടെ ഏറ്റവും പ്രശ്നം വരുന്നത് തന്നെയാണ്, ഇത് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഇയാൾ പറഞ്ഞതിനിപ്പം വലിയ കാര്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കല്യാണത്തിന് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവൾ ഒരുങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് എന്തുവാ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ഉണ്ടല്ലോ, ഫുൾ ചാമം അങ്ങ് പോയിട്ട് ആ കല്യാണത്തിന് നമുക്ക് എന്താ ചെയ്യണേന്ന് അറിയില്ല.
അറിയില്ല. കേൾക്കുമ്പോൾ നിസ്സാരം, ഇത് ഇത്രയും വലിയ കരിവാരി തേച്ച്. പക്ഷെ അവൾ പറയുന്നത് വെച്ചാൽ ആ കല്യാണത്തിന് ഞാൻ എങ്ങനെ നിന്നു എന്ന് എനിക്ക് അറിയത്തില്ല മാം. തിരിച്ച് വന്ന് ഡ്രസ്സ് മാറ്റണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇറ്റ്സ് ആൻ അബ്യൂസ്. അത് തിരിച്ചറിയണം അത് അബ്യൂസാണ്. അത് അയാൾ അബ്യൂസാണ്. കാരണം അയാളെ സംബന്ധിക്കുന്നിടത്തോളം ഇവൾക്ക് സപ്പോർട്ട് വേറെ ഏതൊരു ഭർത്താവാണ് എങ്കിലും അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരിക്കലും ആ സമയത്ത് വന്നിട്ട് കോൺഫിഡൻസ് താഴ്ത്തത്തില്ല. യു ലുക്സ് ഗുഡ്, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് തിരിച്ചെപ്പോഴും വരുമ്പോൾ നീ അതിട്ട സാരി കൊള്ളത്തില്ല, ഇനി അടുത്ത പ്രാവശ്യം മാറ്റാം. അതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. ഇത് മറ്റേതങ്ങനെ നകർത്തോണ്ടിരിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാൾ മറ്റേ എല്ലാ രീതിയിലും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റും പോയി, കോൺഫിഡൻസും പോയി, പിന്നെ ഒരു തരത്തിലൂടെ എല്ലാ രീതിയിലും ലൂട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് സീറോയിലോട്ട് പോകും. ഇതിൽ കൺട്രോൾ എത്ര വലിയൊരു എലമെന്റ് ആണ് ഇമോഷണൽ അബ്യൂസിന്റെ? ഇമോഷണൽ അബ്യൂസ് ഓഫ് ദ അബ്യൂസർ, ദ കൈൻഡ് ഓഫ് കൺട്രോൾ ഓവർ ദി എപ്പോഴും വരുന്നത് എന്താ, ഈ അബ്യൂസ് നേരിടുമ്പോൾ ഒരു മുകളിലുള്ള ഒരു സാധനത്തിൻ്റെ അന്നല്ലേ താഴെ. എപ്പോഴും നമ്മൾ സ്ത്രീകളെന്ന് പറയുമ്പോഴേക്കും ഏതാണ്ടോ മുകളിൽ പുരുഷന് കീഴിൽ, മതങ്ങളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നമുക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ മതത്തിനും നോക്കുകയാണെങ്കിൽ സെക്സ് ചെയ്തില്ലെങ്കിൽ അടി കൊടുക്കാമെന്ന് പറയുന്ന മതമുണ്ട്. നമ്മുടെ ഇന്ന് ഇതിപ്പോൾ ഞാൻ ക്രിസ്ത്യൻ ബിലീവർ ആണെങ്കിൽ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. പുരുഷന് ഇതറിയില്ല, പുത്രിയായിരിക്കുന്ന സമയത്ത് അച്ഛനും പിന്നെ ഭർത്താവും പിന്നെ പുത്രനും നോക്കണമെന്ന് പറഞ്ഞ മനുസ്മൃതി പറയുന്നുണ്ട്. അപ്പോൾ എവിടെയും സ്ത്രീ എന്ന് പറയുന്നത് ഒരു പടി താഴെ. അപ്പോൾ അബ്യൂസർ മുകളിലാണ്. അവിടെ വരുമ്പോൾ ഒരു കൺട്രോൾ വരുന്നില്ലേ. താഴോട്ടുള്ള ഒരാളിലല്ലേ വരുള്ളൂ, മുകളിലോട്ട് വരുന്നില്ല. ദപ്പട്ട് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ദപ്പട്ട് എന്ന് പറയും, തപ്പട്ട്. ആ സിനിമയിൽ അവന് അത്രയും മാത്രം ഒരു ഫ്രസ്ട്രേഷൻ വരുന്നു. അവളെ വൈഫിനെ അടിക്കുകയാണ്. എന്തുകൊണ്ട്? അവിടെ അമ്മയുണ്ടായിരുന്നു, കൊളീഗ് ഉണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവളെ മാത്രം അടിക്കണേ എന്തിനാ? പവർ. അതാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും അയാൾക്ക് അതിൻ്റെ മേലിലൊരു ഇത് വരുന്നു. അപ്പോൾ ഇമോഷണൽ അബ്യൂസ് വരുന്ന സമയത്തും ഏത് തരം അബ്യൂസും വരുന്നത് എന്താ, ഈ പവറിന്റെ മേലിൽ വരുന്നതാണ്. അത് അംഗീകരിച്ചു കൊടുക്കരുത്. ഇഗ്നോർ ചെയ്യാനേ പറ്റത്തുള്ളൂ ഒരു പരിധി വരെ ഇമോഷണൽ അബ്യൂസ്. എന്നിട്ട് നമ്മൾ പവർഫുൾ ആയിരിക്കണം. ഇവിടെയാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും പവർ ആക്കിയിട്ട് ഇത് ഇഗ്നോർ ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് എടുക്കാതെ, ബുദ്ധിമുട്ടാണ് ഒരു റൂഫിന്റെ കീഴിൽ. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ അഡ്വൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മാം, ലെറ്റ്സ് സ്പെസിഫിക്കലി ടോക്ക് അബൌട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസിന് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡൗറി ആണല്ലോ. നമ്മളിപ്പോൾ ഡൗറിയുടെ കാര്യം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡൗറി ഈസ് ഇല്ലീഗലായിട്ട് പോലും അത് നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു സമൂഹം അംഗീകരിക്കുന്ന, അതിന് ഡൗറി എന്ന് പേര് കൊടുത്തില്ലെങ്കിലും ഗിഫ്റ്റ് എന്നാണ് പേര് കൊടുക്കുന്നത്, അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ എത്ര പെൺകുട്ടികളുടെ കല്യാണ പിക്ചേഴ്സ് നോക്കിയാലും അതിലെല്ലാം ഗോൾഡ് കാണും. പക്ഷേ പല പെൺകുട്ടികൾക്കും ഈ ഗോൾഡ് കൊടുക്കുമ്പോൾ അവരുടെ ആക്സസ് ടു ദാറ്റ് ഗോൾഡ്, അല്ലെങ്കിൽ അത് അവരുടേതാണ് എന്നുള്ളൊരു ബോധമില്ലാതെയാണ് അവർ ആ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത്. സോ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദാറ്റ് സിറ്റുവേഷൻ വെയർ ഹൗ ഡു യു സീ ദ ഗോൾഡ് ദാറ്റ് ഈസ് ബീങ് ഗിഫ്റ്റഡ് ബൈ ദ പേരൻസ്? പോൾ ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ SOS കിട്ടും. അത് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്റർവെൻഷൻ വരും. അത് ഞാൻ എൻ്റെ ക്ലയൻസിന് ഒരുപാട് പേരെ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എല്ലാവരും ഡിവോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും ചുമ്മാ പോയി കേസ് ചെയ്യുന്നത് അങ്ങനെ കയറി പോകാൻ പറ്റുന്ന ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരു സ്ഥലവും അല്ല. അപ്പോൾ അവിടെ എന്തോ സംഭവം നടക്കുന്നില്ലേ, നമ്മൾ അവിടെയല്ലേ ശരിയാക്കേണ്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു പുരുഷനായിരിക്കണം അവിടെ വരുന്നത്. അതാണല്ലോ ഇപ്പോൾ സെയിം സെക്സിൻ്റെ ഒന്നും ബില്ല് പാസ്സാവാത്ത പല ലോയെയും അത് എഫക്റ്റ് ചെയ്യും.